ഏതായാലും അയാളെ ചെന്ന് കാണണം. എന്താണ് അയാൾക്ക് പറയാനുള്ളതെന്ന് കേൾക്കണം. ആകെ ഇപ്പോൾ ഒരു പ്രശ്നം, എങ്ങനെ രാജുവിൻ്റെ കണ്ണ് വെട്ടിച്ച് ഇവിടെ നിന്ന് പോകുന്നതാ. എന്താ ചെയ്യാ? ഇത് തൽക്കാലം ആരും അറിയരുത്. അറിഞ്ഞാൽ മോൾക്കുണ്ടാകാൻ പോകുന്ന പ്രയോജനം നഷ്ടമാകും. അതുകൊണ്ട് നാളെ രാവിലെ ശാസ്ത്രീയ നഗറിന് മുമ്പിലുള്ള പോസ്റ്റ് ഓഫീസിന് മുന്നിലുള്ള എന്റെ വീട്ടിൽ വരണം. പിന്നെ സ്ഥലത്തിന് വല്ല മാറ്റം ഉണ്ടെങ്കിൽ അങ്കിള് മോക്ക് മെസ്സേജ് അയക്കാം. പിന്നെ ആരും കൂടെ പാടില്ല. ഈ ഡീലിനെ കുറിച്ച് ഇപ്പോൾ ഒരാളും അറിയാനും പാടില്ല. ഓക്കേ? എന്താ ഒറ്റയ്ക്ക് വരാൻ മോൾക്ക് പേടിയാണോ? ഞാനെന്തിനു പേടിക്കണം? ഞാൻ വരും. എന്തിനായിരിക്കും അനന്തപിള്ള കാണണമെന്ന് പറഞ്ഞത്? എന്തായിരിക്കും ആ ഇലക്ഷൻ ഡീല്? രാജു ഇല്ലാതെ പോണോ? ഒറ്റയ്ക്ക് ചെല്ലണമെന്നല്ലേ അയാൾ പറഞ്ഞത്. അപ്പോൾ രാജുവിനെയും കൂട്ടി പോയാ വേണ്ട. ആദ്യം അയാൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. എന്തായാലും കാര്യം അറിഞ്ഞിട്ട് ബാക്കി. ഈ ഇലക്ഷൻ കഴിയുന്നോടെ നമ്മളെല്ലാവരും ശാരീരികമായി ഒരു പരുവത്തിലാവും. ഇത് നമ്മുടെ അച്ഛന് വേണ്ടിയല്ലേ? ഹേയ്, അങ്ങനെ ചിന്തിക്കരുത്. അച്ഛന് വേണ്ടി മാത്രമല്ല, നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വിശ്വാസവും പ്രതീക്ഷയുള്ള ഒരു പ്രസ്ഥാനം വളർത്തിക്കൊണ്ടുവരാനാ. അതിനിത്തിരി കഷ്ടപ്പെട്ടേ പറ്റൂ. എന്റെ ഋതു വല്ലാതെ തളർന്നുപോയി. എത്ര ദൂരാ സഞ്ചരിച്ചത്, എന്ത് നടപ്പ് നടന്നു. കാലം നീട്ടിയേ, ഞാൻ മസാജ് ചെയ്തു. വേണ്ട, രാജുവിന് ഞാനല്ലേ തിരുമ്മി തരേണ്ടത്. രാജുവും എന്നെക്കാളേറെ നടന്നതല്ലേ. എന്റെ കാലുകൾക്കൊന്നും വലിയ വേദനയില്ല. എനിക്കതൊരു പ്രശ്നവും അല്ല. ഞാൻ ഫുട്ബോൾ കളിച്ചു കിടന്ന ആളല്ലേ. അത് പണ്ടല്ലേ. എന്നെ കണ്ടുമുട്ടിയതിനു ശേഷം ഫുട്ബോൾ കളിക്കാനൊന്നും പോയിട്ടില്ലല്ലോ. അതെങ്ങനെ? ഞാൻ വിട്ടിട്ട് വേണ്ടേ ഫുട്ബോൾ കളിക്കാൻ പോവാൻ? ഇതെന്താ രാജു എന്നെ ആദ്യം കാണുന്നത് പോലെ? അല്ല, ഞാനിങ്ങനെ അത്ഭുതപ്പെടുകയായിരുന്നു. എന്താ രാജു? അല്ല, എന്തൊരു പൊളിറ്റിക്കൽ നോളജാ ഋതുവിന്. ഓ അതാണോ? അതൊക്കെ ആവശ്യം വന്നപ്പോ പഠിച്ചത്. അച്ഛനാകെ തളർന്നുപോയി. തളർന്നുപോയ അച്ഛനെ വീണ്ടും ഉയർത്തിക്കൊണ്ട് വരണമെങ്കിൽ അത് പഠിച്ചേ പറ്റൂന്ന് തോന്നി. അപ്പൊ പഠിച്ചു. എന്നാലും ആലോചിച്ച് നോക്കുമ്പോ അതൊക്കെ ഒരു അസാധ്യമായ കാര്യ. അസാധ്യം എന്നൊരു വാക്കേ ഇല്ല രാജു. അതും ഞാൻ ഇക്കൊടുത്തി പഠിച്ചതാ. എല്ലാം സാധ്യമാണ്. പക്ഷെ നമ്മൾ വിചാരിക്കണമെന്ന് മാത്രം. പിന്നെ നമ്മളങ്ങനെ വിചാരിക്കണമെങ്കിൽ നമ്മുടെ മൈൻഡും സെറ്റായിരിക്കണം. ജീവിതത്തില് രാജുവിനെ ഞാൻ ആദ്യം കണ്ടുമുട്ടിയ അന്ന് മുതൽ ഇന്ന് വരെ എന്റെ മൈൻഡ് സെറ്റാ. നമ്മള് കല്യാണം കഴിക്കുന്നതിന് മുമ്പും ഷുവർ, കല്യാണം കഴിക്കുന്നതിന് മുൻപും രാജു എന്റെ മനസ്സിൽ ഒരു പോസിറ്റീവ് എനർജിയാ. എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായി, അതെല്ലാം നമ്മൾ ഒരുമിച്ച് നേരിട്ടില്ലേ. രാജു അതെല്ലാം സോൾവ് ചെയ്ത് തന്നില്ലേ. രാജുവിനെ എന്നു മുതൽ ഞാൻ കണ്ടുമുട്ടിയോ അന്നു മുതൽ ഈ നിമിഷം വരെ എനിക്ക് എന്തെന്നില്ലാത്തൊരു ധൈര്യം. ഏത് പ്രതിസന്ധിയും നേരിടാവുന്ന ഒരു കോൺഫിഡൻസ്. ഞാനൊരു കാര്യം ഓർക്കായിരുന്നു. എന്താ രാജു? ഋതു എന്നോട് അടുക്കും തോറും ഞാൻ ഋതുവിൽ നിന്ന് ഓടുകയായിരുന്നു.
ഈ പെണ്ണിനെ എന്റെ ജീവിതത്തിലേക്ക് കൂട്ടണ്ട എന്ന് പറഞ്ഞുള്ള ഓട്ടം. തെറ്റ്. രാജു എന്നിൽ നിന്ന് ഒളിച്ചോടാൻ ഒത്തിരി കഷ്ടപ്പെട്ടു. രാജു എത്ര ഓടിയാലും അതിനിരട്ടിയായി തിരിച്ചുകൂടി എൻ്റെ അടുത്ത് വന്നിരുന്നു. രാജുവിനെ എനിക്കും രാജുവിന് എന്നെയും ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റുമായിരുന്നില്ല. ദൈവത്തിന്റെ ഓരോരോ അത്ഭുതങ്ങളെ. നീയാണ് ഋതുമോളെ എന്റെ ലോകം. എന്തായിരിക്കും അച്ഛൻ്റെ ശത്രുവിന് എന്നോട് പറയാനുണ്ടാവുക? ചതിക്കുഴിയിൽ എന്തോ ഒളിപ്പിച്ചു വെച്ച് എന്നെ അതിൽ വീഴിക്കാനുള്ള അയാളുടെ തന്ത്രമായിരിക്കും അത്. ഏതായാലും അയാളെ ചെന്ന് കാണണം. എന്താണ് അയാൾക്ക് പറയാനുള്ളതെന്ന് കേൾക്കണം. ആകെ ഇപ്പോൾ ഒരു പ്രശ്നം, എങ്ങനെ രാജുവിൻ്റെ കണ്ണ് വെട്ടിച്ച് ഇവിടെ നിന്ന് പോകുന്നതാ. എന്താ ചെയ്യാ? ഹലോ അമ്മേ. മോളെ, എങ്ങനെയുണ്ട് അച്ഛന്റെ ഇലക്ഷൻ പ്രചരണം? നന്നായി പോകുന്നമ്മേ. വാർത്താ ചാനലുകളിൽ അച്ഛനെതിരെ വന്ന ചർച്ചകളും വിമർശനങ്ങളും ഒക്കെ വെറുതെ ആയിപ്പോയിന്ന് ശത്രുക്കൾക്ക് പോലും തോന്നുന്ന രീതിയില് ജനങ്ങൾക്കിടയിൽ അച്ഛന് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്വീകാര്യത. അതങ്ങനെയാ മോളെ. പണം ഉണ്ടാക്കി ആസ്തി പെരുപ്പിക്കാനല്ല പ്രതാപവർമ്മ പൊതുപ്രവർത്തനത്തിന് ഇറങ്ങി തിരിച്ചെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അതെ അമ്മേ. എന്ത് മറയുണ്ടാക്കിയും പൊതുജനത്തിന്റെ കണ്ണിൽ മണ്ണ് വാരിയിടാന്ന് അനന്തപിള്ള കരുതി. പക്ഷെ അയാൾക്ക് തെറ്റി. അമ്പിക എന്തു പറയുന്നു? അവര് രാഷ്ട്രീയ വ്യാമോഹമായിട്ട് ഇറങ്ങാതെ സിനിമയിൽ അഭിനയിക്കാൻ ഇറങ്ങിയിരുന്നെങ്കിൽ മികച്ച നടിക്കുള്ള ഒരുപാട് അവാർഡുകൾ വാങ്ങിയന്. അവര് മകന്റെ വിജയം മനസ്സിൽ ആഗ്രഹിച്ച് അച്ഛന്റെ കൂടെ ആണെന്ന് വരുത്തി തീർക്കാൻ എത്ര അനായാസമായിട്ടാണ് നമ്മെ അഭിനയിച്ച് തകർക്കുന്നത്. ജീവിതത്തിൽ അഭിനയിക്കാനുള്ള അംബികയുടെ ആ കഴിവ് അത് അവളുടെ കൂടെ പിറപ്പാ മോളെ. ആ കഴിവാണല്ലോ എന്നെ നിന്റെ അച്ഛനിൽ നിന്ന് അകറ്റിയത്. എല്ലാവർക്കും എല്ലാം മനസ്സിലായി തുടങ്ങിയമ്മേ. അച്ഛനും ഒക്കെ മനസ്സിലാക്കാൻ അധിക ദൂരെ ഇനി ഉണ്ടാവില്ല. ശരി മോളെ, നിനക്ക് ഇറങ്ങാനുള്ള സമയമായി കാണുമല്ലോ. മോള് പറഞ്ഞതുപോലെ തിരഞ്ഞെടുപ്പെന്ന ആ കടമ്പ അച്ഛൻ നിസ്സാരമായിട്ട് കടക്കും. അച്ഛനെയും അച്ഛന്റെ വോട്ടർമാരെയും സംബന്ധിച്ച് ദീപക്ക് വെറും പാഴ്മരോ. വിജയം പ്രതാപേട്ടന് തന്നെയായിരിക്കും. പിന്നെ അംബികയുടെ മുഖംമൂടി. അതെത്ര കാലം മുന്നോട്ട് പോകുമെന്ന് നമുക്ക് നോക്കാം. എങ്കിൽ ശരി മോളെ, അമ്മ പിന്നെ വിളിക്കാം. ശരി അമ്മേ.